എന്താണ് ഫോസിൽ ഡേറ്റിംഗ്? എങ്ങനെയാണ് ഫോസിൽ ഡേറ്റിംഗ്? കോടിക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഡൈനോസർ പോലുള്ള ജീവികളുടെ ഫോസിലിന്റെയും ചില റോക്സിന്റെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫോസിൽ ഡേറ്റിംഗ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഫോസിൽ ഡേറ്റിംഗ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ആദ്യത്തേതാണ് റിലേറ്റീവ് ഫോസിൽ ഡേറ്റിംഗ് മെത്തേഡ്. ഈ മെത്തേഡിൽ ഒരു ഫോസിലിനെ മറ്റൊരു ഫോസിലുമായി കമ്പയർ ചെയ്തിട്ടാണ് ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് മണ്ണിനടിയിൽ കുറച്ച് ഫോസിലുകൾ ഉണ്ട് എന്ന് കരുതുക. അതിൽ മണ്ണിന്റെ ഏറ്റവും മുകളിലുള്ള ലെയറിലാകും ഏറ്റവും പ്രായം കുറഞ്ഞ അഥവാ ഏറ്റവും ഏജ് കുറഞ്ഞ ഫോസിലുകൾ ഉണ്ടാവുക. അതേപോലെ തന്നെ മണ്ണിന്റെ ഏറ്റവും താഴെയുള്ള ലെയറിലാകും ഏറ്റവും പ്രായം കൂടിയ ഫോസിലുകൾ ഉണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ എർത്തിന്റെ മൂന്നാമത്തെ ലെയറിൽ നിന്ന് ഒരു ഫോസിൽ കണ്ടെത്തിയാൽ ആ മൂന്നാമത്തെ ലെയറിലുള്ള ബാക്കി എല്ലാ ഫോസിലുകളുടെയും ഏകദേശം ഏജ് സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡിലൂടെ ഓരോ ഫോസിലിന്റെയും ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ മെത്തേഡായ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിലൂടെ ഒരു ഫോസിലിന്റെ ഏജ് ആക്യുറേറ്റ് ആയി ന്യൂമറിക്കലി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്നാൽ ഒരു ഫോസിലിൽ സ്റ്റേബിൾ ആയ കാർബൺ 12 ആറ്റവും കാർബൺ 14 എന്ന സ്റ്റേബിൾ അല്ലാത്ത ആറ്റവും ഉണ്ടാവും. ഈ കാർബൺ 14 ആറ്റം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടും സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടും കാലക്രമേണ അവയിലെ ഒരു ന്യൂട്രോൺ കൺവേർട്ട്